പണ്ട് നമ്മൾ ദഫ് വിട്ട് കോൽക്കളി പരിപാടിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മളെ ജൂനിയേഴ്സ് ഇവിടെ വന്ന് അവരുടെ കളികളും പരിപാടികളൊക്കെ കാണാനായിട്ട് വന്നതാണ്. കൊല്ലത്ത് ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ഇവിടെ വരേണ്ടതായിരുന്നു. അന്നാണ് കൊറോണ പരിപാടിയൊക്കെ വന്ന് ഞങ്ങൾക്ക് കലോത്സവം മൊത്തത്തിൽ ഇല്ലായിരുന്നു. അപ്പം ഇപ്പം അത് കഴിഞ്ഞ് മൂന്ന് വർഷമായിരുന്നു. 3 വർഷമാകുന്നു. അപ്പം നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരുടെ നമ്മളെ കുറേ ഫ്രണ്ട്സും ആൾക്കാരൊക്കെയാണ്. ഇല്ല, ഇതിന് മുന്നേ കൊല്ലത്ത് വന്നത് 15 കൊല്ലം മുന്നെയാണ് കൊല്ലത്ത് കലോത്സവം വന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളായിരുന്നു, അധികം നമുക്ക് പ്രായമില്ലാത്ത ടൈമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ കൊല്ലമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എങ്ങനെയാണ് സംഭവം, ഒരു കാഴ്ചക്കാരനായിട്ട് എങ്ങനെ മറ്റേ മുന്നേ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇപ്പോൾ കോളേജിലത്തെ കലോത്സവം അതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കൊല്ലത്ത് ഇപ്പോൾ 15 കൊല്ലമായിട്ട്, മുന്നേ വേറെ സ്ഥലത്തൊക്കെ നടന്നിട്ട് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പല റൂട്ട് പോകുമല്ലോ. ബാക്കി മിമിക്രി, പാട്ടുപാടൽ പരിപാടികളൊക്കെ പാഷനായിട്ടുള്ളവർ അത് കൊണ്ടുപോകും. ഈ കോൽക്കളി ദഫൂട്ടൊക്കെ എനിക്ക് തോന്നുന്നു അത് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ പോകുമെന്നുള്ള കാര്യം സംശയം. സ്റ്റേജ് ഞങ്ങൾ കൂടുതൽ ഈ ആളുകൾക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇറക്കുന്നത്, കോമഡി രീതിയിലുള്ളത്. അപ്പം ഇപ്പോൾ ഇൻസ്റ്റയിൽ അങ്ങനെ വീഡിയോസ് ഇട്ട് അങ്ങനെ പോകുന്നു. ഇൻസ്റ്റഗ്രാം ഇപ്പം എൻ്റെയും നിഹാലിൻ്റെയും പേജിനകത്തോട്ടാണ് വീഡിയോ കൊളാബ് ചെയ്തിടുന്നത്. കണ്ടന്റ് ഞാനും നിഹാലും കൂടെ തന്നെ രാത്രി എന്തെങ്കിലും ഇരുന്ന് ജസ്റ്റ് പ്ലോട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഡയലോഗും പരിപാടി കോമഡി എല്ലാം സ്പോട്ട് ഇംപ്രൂവൈസേഷനാണ്. പിന്നെ ഡയലോഗും പരിപാടികളെല്ലാം സ്പോട്ട് ഇംപ്രൂവൈസേഷനാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടും പിന്നെ കൂടുതൽ കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്.